മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, ഇന്ന് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവനെ പിശാചു ബാധിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയനും മദ്യപാനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് ഈശോയെയും യോഹന്നാനെയും അംഗീകരിക്കാനും വിശ്വസിക്കാനും സാധിക്കാതിരുന്നത്? വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ ലോകത്തിന് ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. തങ്ങളുടെ തന്നെ സുഖങ്ങൾക്കും ജഡത്തിനും പിന്നാലെ ഓടുന്ന ജനമാണ് അന്ന് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അവരുടെ ജീവിത രീതി നിമിത്തം അവർക്ക് ദൈവിക കാര്യങ്ങളോടും വിശുദ്ധ വസ്തുക്കളോടുമെല്ലാം ഒരു അവജ്ഞ അല്ലെങ്കിൽ ഒരു അകൽച്ച തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരപമാനമായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത്ത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും ചിന്തിക്കാം, നമുക്കും ദൈവിക കാര്യങ്ങളോടും വിശുദ്ധ വസ്തുക്കളോടും വിശുദ്ധ സ്ഥലങ്ങളോടുമൊക്കെ ഒരു അടുപ്പമാണോ അതോ ഒരു അകൽച്ചയാണോ? അകൽച്ചയാണെങ്കിൽ നമ്മളും ഇസ്രായേൽ ജനത്തെ പോലെ ജഡികരാണ്. ഉണ്ണീശോ നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ ജനിക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വിശുദ്ധിയിലേക്ക് തിരികെ വന്ന് ഉണ്ണീശോയുടെ ജനനത്തിനായി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.